ഉമാ തോമസിന്റെ അപകടത്തിനിടയാക്കിയ വിവാദ കമ്പനി ഓസ്കർ ഇവന്റ്സിന് നെഹ്റു ട്രോഫിയുടെ സ്റ്റേജ് പവലിയൻ കരാർ നൽകാൻ നീക്കം. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ കമ്പനി അധികൃതരും പങ്കെടുത്തിരുന്നു. ദിവ്യ ഉണ്ണിയുടെ നൃത്തം സംഘടിപ്പിച്ചതാണ് യോഗ്യതയായി ഉയർത്തുന്നത്. കരാർ നൽകാനുള്ള നീക്കം വഴിവിട്ട ഇടപെടലിലൂടെയാണ് എന്നാണ് ആരോപണം. വിവരങ്ങളുമായി അമലാണ് ചേരുന്നത്. അമൽ, ഇതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? നമുക്കറിയാം കലൂരിലുണ്ടായ അപകടം, അതിൽ എങ്ങനെയാണ് അപകടത്തിന് വഴിവെച്ചതെന്നൊക്കെയുള്ള അത് സ്റ്റേജ് ഒരുക്കുന്നതിൽ ഉള്ള അലംഭാവമൊക്കെ ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ഈ കരാർ നൽകാനുള്ള ഒരു നീക്കം എന്നാണല്ലോ പറയുന്നത്. വിവരങ്ങൾ ശ്യാമിലി, നമുക്കറിയാവുന്നതാണ് കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് തൃക്കാക്കര MLA ആയിരുന്ന ഉമാ തോമസിന് സംഭവിച്ച ആ ഒരു അപകടം. അന്ന് ആ ഒരു സ്റ്റേജിന്റെ ഒരുക്കങ്ങളും ഇവന്റും അറേഞ്ച് ചെയ്തിരുന്ന കമ്പനിയാണ് ഓസ്കാർ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക് തന്നെയാണ് ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റേജും പവലിയനും അടക്കമുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ചുമതല നൽകുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ആ ശ്രമം പക്ഷേ ഫലവത്താകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ഏതായാലും രണ്ട് കമ്പനികളാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംബന്ധിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഓസ്കാർ ഇവന്റ്സിന് ഇത്തരത്തിലുള്ള ഒരു ടെൻഡർ അല്ലെങ്കിൽ ഒരു കരാർ കൊടുക്കാനുള്ള ഒരു തീരുമാനമാകുമോ എന്ന കാര്യത്തിൽ ഇനിയും സംശയമുണ്ട് എങ്കിൽ തന്നെയും ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കാട്ടിയത് ദിവ്യ ഉണ്ണിയുടെ 1000-ലധികം നർത്തകർ പങ്കെടുത്തിരുന്ന ഒരു പരിപാടി, ആ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന ഒരു മെറിറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നെഹ്റു ട്രോഫി പോലെ കേരളത്തെ ഒന്നാകെ അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ അതിന് കരാർ കൊടുക്കാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് തന്നെ ആ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു, ഇതേ പരിപാടിയിലല്ലേ, അതായത് കലൂർ വെച്ച് നടന്ന അതേ പരിപാടിയിലല്ലേ ഉമാ തോമസിന് അപകടം പറ്റിയത് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാതെ ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരികൾ പോവുകയായിരുന്നു എന്നൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ജില്ലാ കളക്ടറുടെ അടക്കം അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്ക് കരാർ കൊടുക്കാനുള്ള ഒരു ശ്രമവും എല്ലാം ചിലരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശ്യാമിലി. ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.